പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 17-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 15-ാം വാക്യം. ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 15 നാം ഇങ്ങനെ വായിക്കുന്നു: ഒരുത്തൻ നിന്നോട് കലഹം ഉണ്ടാക്കുന്നുവെങ്കിൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലഹമുണ്ടാക്കിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം വളരെ സന്തോഷത്തിൻ്റെയും വിടുതലിൻ്റെയും ദൈവിക പ്രഖ്യാപനത്തിൻ്റെയും അധ്യായമായി കണക്കാക്കപ്പെടുന്നു. കാരണം വളരെ വ്യക്തമായി പറയുന്നു, ഇനിയും നീ ഭാരപ്പെടേണ്ട, ഇനിയും നീ വിഷമിക്കേണ്ട, ഇനിയും സന്തോഷിക്കേണ്ട നാളുകളാണ്. നിന്റെ നിർജീവത്വത്തെ ജീവനിലേക്ക് മടക്കി വരുത്തുന്ന ദിനങ്ങളാണ്. നിന്റെ ശൂന്യതയെ നിറയ്ക്കുന്ന ദിനങ്ങളാണ്. അങ്ങനെ തള്ളപ്പെട്ട, എറിയപ്പെട്ട തൻ്റെ സ്വന്തം ജനമായ ഇസ്രയേലിനെ ഭർത്താവ് എന്നുള്ള നിലയിൽ ഭാര്യയെ സ്വീകരിച്ച് മടക്കി എടുക്കുന്നത് പോലെ ഇതാ ഇസ്രയേൽ ജനതയെ താൻ മടക്കി സ്വീകരിക്കുന്ന ഒരു വലിയ അനുഭവവും, അതേ തുടർന്ന് ദൈവം തൻ്റെ ജനമായ ഇസ്രയേലിനെ ഏതെല്ലാം നിലകളിൽ മാനിക്കുന്നു, അനുഗ്രഹിക്കുന്നു എന്ന് 10 മുതലുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. എത്രത്തോളം അവരെ ദ്വേഷിച്ച് പിന്തള്ളിക്കളഞ്ഞുവോ അതിന് വളരെ വിപരീതമായി, എത്രയോ ഉന്നതമായി തൻ്റെ ജനത്തെ സ്വീകരിച്ച് മടക്കി വരുത്തി ശ്രേഷ്ഠമായി അവരെ സ്ഥിരപ്പെടുത്തുന്ന ഒരു ദൈവസ്നേഹത്തെക്കുറിച്ച് 54-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. അങ്ങനെ വന്നിട്ട് 15-ാം വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പറയുകയാണ്: നിന്നോടിനിയും ആരെങ്കിലും വഴക്കുണ്ടാക്കിയാൽ, കലഹമുണ്ടാക്കിയാൽ അത് എൻ്റെ ഹിതപ്രകാരമല്ല എന്ന് പറഞ്ഞാൽ, ഇത്രയും നാൾ ഞാൻ പല നാട്ടുരാജാക്കന്മാരെ, ജാതീയ രാജാക്കന്മാരെ, ജാതികളെ നിങ്ങൾക്കെതിരെ യുദ്ധത്തിന് അയക്കുകയും കലഹം ഉണ്ടാക്കുവാനായി നിയോഗിക്കുകയും ചെയ്തു. അത് പഴയ നിയമ പാഠങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വ്യക്തമാണ്. പക്ഷേ ഇനിയും വരുന്നത്, ഞാൻ അറിഞ്ഞോ, ഞാൻ അനുവദിച്ചോ, എൻ്റെ ഹിതമോ അനുസരിച്ചല്ല. അതുകൊണ്ട് ഒരു കാര്യം പ്രത്യേകതയുണ്ട്: ആ കലഹമുണ്ടാക്കാൻ വരുന്നവർ നിന്റെ നിമിത്തം, നിങ്ങളുടെ നിമിത്തം വീണുപോകും, തകർന്നു പോകും. കാരണം ഇപ്പോൾ നിങ്ങൾ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവരാണ്. നിങ്ങളോട് ആര് കലഹമുണ്ടാക്കുവാൻ വരുന്നുവോ അവർ വിചാരിക്കും നിങ്ങൾ പണ്ട് ഏത് സ്ഥിതിയിലായിരുന്നു അതുപോലെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഇവരെ തോൽപ്പിച്ച് ഇവരുടെ പട്ടണം പിടിച്ചടക്കി കൊള്ളയിടാം എന്നുള്ള ദുരുദ്ദേശത്തോടെ വരും. പക്ഷെ അന്ന് ഞാൻ അനുവദിച്ചത് കൊണ്ടാണ്, അംഗീകരിച്ചത് കൊണ്ടാണ്, മൗനാനുവാദം കൊടുത്തത് കൊണ്ടാണ് അവർ നിങ്ങളോട് അങ്ങനെ ചെയ്തതും നിങ്ങളെ ജയിച്ചതും. കാരണം നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴുമെന്ന് കരുതി അവർ വരുമ്പോൾ അവരറിയുന്നില്ല നിങ്ങളുടെ സ്ഥാനം മാറി, നിങ്ങളുടെ അവസ്ഥ മാറി, നിങ്ങളുടെ നിലവാരം മാറി. ഇപ്പോൾ നിങ്ങളെ
ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു, മടക്കി സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾക്കെതിരെ കലഹമുണ്ടാക്കുവാൻ വരുന്നവർ വീണുപോകും. ഈ പുത്തൻ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മാന്യ ശ്രോതാക്കളെ, ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒരു യഥാർത്ഥ ദൈവ പൈതലായി തീർന്നാൽ നമുക്കെതിരെ ആര് കലഹമുണ്ടാക്കിയാലും നമ്മൾ ഒന്നിനും പോകണ്ട. നമ്മൾ നിശബ്ദമായി കർത്താവെ അവിടുന്ന് അറിയുന്നു. ഈ കലഹമുണ്ടാക്കാൻ വന്നവരെയും അവരുണ്ടാക്കുന്ന കാരണം, പ്രശ്നം, അതിന്റെ പിന്നിലെ ഉദ്ദേശമോ ദുരുദ്ദേശമോ എല്ലാം അവിടുന്ന് അറിയുന്നു എന്ന് വളരെ ശാന്തമായി, സൗമ്യമായി, സംയമനത്തോടെ, ക്ഷമയോടെ തമ്പുരാന്റെ കരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചേ, ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ദൈവമക്കളെ, ശത്രുക്കളുടെ മുൻപാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നമുക്കെതിരെ വരുന്ന ശത്രുക്കൾ ഒരു വഴിയായി വന്നാൽ അവർ 7 വഴിയായി ഓടിപ്പോകും, അവർ വീണുപോകും. ഇത് ദൈവത്തിന്റെ വചനമാണ്. ആ ദൈവവചനം അതുപോലെ നിറവേറുക തന്നെ ചെയ്യും. ആകയാൽ ഈ പ്രഭാതത്തിൽ വിവിധ വിഷയങ്ങളാൽ വ്യാകുലപ്പെട്ട്, ഭാരപ്പെട്ട്, വേദനയോടെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരുപക്ഷെ നിങ്ങളെ അന്യായമായി പീഡിപ്പിക്കുകയും നിങ്ങളെക്കുറിച്ച് അപവാദം പറയുകയും നിങ്ങളെ പല വിധങ്ങളിൽ ദ്രോഹിക്കുകയും ചെയ്യുന്നവർ ഉണ്ടാവാം. ഒരുപക്ഷെ ആ അവസ്ഥയിൽ കടന്നു പോകുന്ന ചിലരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മനോവിഷമം, ഭാരം, പ്രയാസം ആരോടും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. എന്നാൽ തമ്പുരാനത് മനസ്സിലാകും. നിങ്ങളോട് കലഹിക്കുന്നവർ നിങ്ങളുടെ മുമ്പിൽ തന്നെ വീഴുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദൈവ പൈതലിന്റെ എല്ലാ സ്റ്റാൻഡേർഡും ഞാൻ നിങ്ങൾ കീപ്പ് ചെയ്യണം. അതെ, വചനം പറയുന്നു, യുദ്ധം എനിക്കുള്ളത്, യഹോവ യുദ്ധം ചെയ്യും. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പോരിനിറങ്ങും. അതുകൊണ്ട് ദൈവമക്കളെ, വാക്കുകൊണ്ടാകട്ടെ, പ്രവൃത്തി കൊണ്ടാകട്ടെ, നിങ്ങളുടെ ഏതെങ്കിലും മേഖലകളിലുള്ള സ്വാധീനം കൊണ്ടാകട്ടെ, നിങ്ങൾ ഒരു പ്രതികാരത്തിനും ഒരു നടപടിക്കും പോകണ്ട. ഒരുപക്ഷെ കൂടെ കൂട്ടായ്മ കൂടുന്നവരും ആരാധനയ്ക്ക് വരുന്നവരും ഉറ്റ ചങ്ങാതിമാരും സുഹൃത്തുക്കളും പറഞ്ഞേക്കാം, ഇവൻ എന്തൊരു പേടിത്തൊണ്ടനാണ്. ഇങ്ങനെയുണ്ടോ ഈ നൂറ്റാണ്ടിൽ മനുഷ്യർ? ഇതിനെതിരെ പ്രതികരിക്കണം. അതുകൊണ്ട് ഒരു ദോഷവുമില്ല, അതുകൊണ്ട് ആത്മീയ ജീവിതത്തിന് കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഇരിക്കുന്നതാണ് കുഴപ്പം. ഇങ്ങനെയൊക്കെ ഒത്തിരി ഉപദേശങ്ങളും ദുരുപദേശങ്ങളും നമ്മുടെ കാതിൽ മുഴങ്ങും. അനേകർ സ്നേഹത്തോടെ മന്ത്രിക്കും. എന്നാൽ ദൈവത്തിലും ദൈവവചനത്തിലും പരിപൂർണമായി വിശ്വസിച്ച് ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ അടിയുറയ്ക്കുക. എനിക്കെതിരെ കലഹമുണ്ടാക്കുന്നവർ ദൈവഹിത പ്രകാരമല്ല, സ്വന്തം ഇഷ്ടത്തിൽ അവരുടെ ചില ഉദ്ദേശ സാധ്യത്തിന് വേണ്ടിയാ അവർ എന്റെ മുമ്പിൽ വീണുകൊള്ളും. ഞാനായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അതെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പക്ഷേ ആ നിലയിൽ ദൈവം ഇടപെട്ട് നമ്മളോട് എതിരിടുന്ന ശത്രു ആര്, എത്ര പേർ, എവിടെ നിന്ന്, എങ്ങനെയെല്ലാം ആയിക്കൊള്ളട്ടെ, അവർ വീണു പോകണമെങ്കിൽ ഒരു കാര്യം ഉറപ്പായിരിക്കണം, ഞാനും നിങ്ങളും ദൈവത്തിന്റെ മകനും മകളും കുടുംബവും ആയിരിക്കണം. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽ ധൈര്യത്തോടെ മുന്നേറുക. നമുക്ക് വരുന്ന പ്രതികൂലത്തെ നിശബ്ദമായ പ്രാർത്ഥനയോടെ സുസ്മേരവതരായിക്കൊണ്ട് വളരെ ശാന്തതയോടെ മുൻപോട്ട് പോകുക. നിശ്ചയമായും വിജയം, വിടുതൽ പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന
ദൈവ പൈതലിനാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിനം നമ്മുടെ ജീവിതത്തിൽ വിടുതലാവട്ടെ. അതെ, ബുഭുക്ഷയോട് അലറുന്ന സിംഹം പോലെ അനേകർ നമ്മെ വിഴുങ്ങുവാനും തകർക്കുവാനും പിച്ചു ചീന്തുവാനും വളരെ സ്നേഹഭാവേന നടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ കാണുവാനല്ല, കുഞ്ഞുങ്ങളുടെ തകർച്ച കാണുവാൻ, നമ്മുടെ ഉയർച്ച കണ്ട് സ്തോത്രം ചെയ്യുവാനല്ല, നമ്മുടെ തകർച്ച കണ്ട് കൈകൊട്ടിച്ചിരിക്കുവാൻ അനേകരുണ്ട്. അവരുടെയൊക്കെ മുൻപാകെ ജയോത്സവമായി നമ്മെ ഉയർത്തുന്ന, നടത്തുന്ന, പരിപാലിക്കുന്ന ഈ തമ്പുരാന്റെ കരങ്ങളിൽ പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം സമർപ്പിക്കുക. നമുക്കെതിരെ കലഹമുണ്ടാക്കുന്നവർ നാമാൽ പ്രാർത്ഥിക്കുന്ന നാം മുഖാന്തരം വീണുപോകുമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനമായ യെശയ്യാവ് 54:15 വിളിച്ചു പറയുന്നുവെങ്കിൽ അതിന്ന് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകട്ടെ, സംഭവിക്കട്ടെ. അങ്ങനെ ഒരു വലിയ ദൈവിക വിടുതൽ, അനുഗ്രഹം പ്രാപിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ നമ്മ ഏവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്നവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വെളിം പ്രദേശത്ത് കിടന്ന് ഞങ്ങളെ അങ്ങയുടെ പുത്രന്റെ രക്തത്താൽ മക്കളും അവകാശികളുമാക്കി തീർത്താൽ, ഞങ്ങൾ അങ്ങയുടെ വകയായി തീർന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഞങ്ങളെ പരിപൂർണമായി ഏറ്റെടുത്ത് ഞങ്ങളെ കരുതുന്ന, സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമാണെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ദൈവം അനുവദിക്കാതെ, ദൈവഹിതമല്ലാതെ ഞങ്ങളോട്, ഞങ്ങളുടെ കുടുംബത്തോട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ആര് പോരടിച്ചാലും, ആര് കലഹമുണ്ടാക്കിയാലും അവർ പ്രാർത്ഥിക്കുന്ന, അങ്ങയിൽ വിശ്വസിക്കുന്ന, അങ്ങയുടെ മക്കളായിത്തീർന്ന ഞങ്ങളാൽ വീണുപോകുമെന്നുള്ള ദൈവവചനങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പ ഈ നാളുകളിൽ ഞങ്ങളോട് പൊരുതുന്നവരോട്, ഞങ്ങളോട് പോരാടുന്നവരോട് അങ്ങ് പൊരുതണമേ, അങ്ങ് പോരാടണമേ. അവിടുന്നാണല്ലോ ഞങ്ങളുടെ രക്ഷാസങ്കേതം, അവിടുന്നാണല്ലോ ഞങ്ങളുടെ ശാശ്വത പാറ. കർത്താവേ, ഇങ്ങനെയുള്ള വേദനാവസ്ഥയിൽ കൂടെ പോകുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് കടാക്ഷിക്കണം. ഇന്നത്തെ ദിനം ഞങ്ങളുടെ ശത്രു തകർന്നു വീഴുവാനും ഞങ്ങൾ അങ്ങയാൽ വിജയം പ്രാപിക്കുവാനും ഇടയാകണം. ഞങ്ങളുടെ പ്രാർത്ഥന സ്വർഗം സ്വീകരിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നമുക്കെതിരെ പോരാടുന്നവരെ ഓർത്ത്, നമുക്കെതിരെ പലവിധത്തിലുള്ള കിംവദന്തികൾ തൊടുത്തുവിടുന്നവരെ ഓർത്ത് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. അതിനുള്ള ഉത്തരം ഇന്നത്തെ വാഗ്ദത്ത വചനമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഒരു യഥാർത്ഥ ദൈവ പൈതൽ എന്നുള്ള ഉറപ്പോടും നിശ്ചയത്തോടും ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ദൈവം സകല നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും നൽകി നമ്മ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.